വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, 15, 18 മാത്രമായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ബാക്കിയുള്ള വീഡിയോസിലൊന്നും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാണ്ട് പോയ 3 ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി വന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12th question first. Two APs have the same common difference. The difference between their 100th term is 100. What is the difference between their 1000th term? ക്വസ്റ്റ്യൻ ആദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കണം. 2 അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട് ആൻഡ് ദേ ഹാവ് ദ സെയിം ഡി. ഓക്കെ, ആദ്യത്തെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ നോക്കാം. ഇപ്പോൾ A1, A2, A3 അങ്ങനെയാണ് ഫസ്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. വേറൊരു എക്സാമ്പിൾ തരാം. ഓക്കെ, ഫസ്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇപ്പോൾ ഞാൻ പറയാണ്. ഫസ്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇസ് 2, 4, 6, 8. അതാണ് ഫസ്റ്റ് AP. ആൻഡ് സെക്കൻഡ് AP ഇസ് 3, 5, 7. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ടേം ഓഫ് ദി AP ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. ഓക്കെ, പക്ഷേ കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ഇസ് 4 - 2, 2, 5 - 3. ഇവിടെയും ഈ കേസിലും കോമൺ ഡിഫറൻസ് ഇസ് എന്താണ്? 2 തന്നെയാണ്. അപ്പോൾ ഇതേപോലെ 2 അരിത്മെറ്റിക് പ്രോഗ്രഷനാണുള്ളത്. And they have the same common difference, and the difference between their 100th term is 100. ഈ ഫസ്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ 100th ടേമും സെക്കൻഡ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ 100th ടേമിൻ്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇസ് 100. ഇപ്പോൾ ഫസ്റ്റ് ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തൊരു AP ആണ്. നമുക്ക് AP എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് APൻ്റെ ഫസ്റ്റ് ടേം ഓഫ് ദി AP A1 ആയിട്ട് എടുക്കാം. സെക്കൻഡ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം A2 ആയിട്ട് എടുക്കാം. ഓക്കെ, രണ്ടിൻ്റെയും കോമൺ ഡിഫറൻസ് എന്താണ്? D തന്നെയാണ്. ഓക്കെ, അപ്പോൾ 100th ടേം ഓഫ് ദ ഫസ്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താ? A100 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇസ് A1 പ്ലസ് 100th ടേം ആണ്, അതുകൊണ്ട് n-1, ദാറ്റ് ഇസ് 99D. D രണ്ടിനും സെയിം ആണ്, പക്ഷെ ഫസ്റ്റ് ടേം രണ്ടിനും വ്യത്യാസം ഉണ്ടാവും. ഇനി സെക്കൻഡ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ A100 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഓഫ് ദി AP. അത് വേറൊരു നമ്പറാണ് അല്ലേ? A1 എഴുതാൻ പറ്റുമോ? ഇല്ല. A2 വേറെ എന്തെങ്കിലും ഒരു വേരിയബിൾ പ്ലസ് 99 ഇൻറ്റു D. ഇത് സെയിം തന്നെ. ഓക്കെ, A100. ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് എന്താ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ 100th ടേം. ഫസ്റ്റ് APൻ്റെ 100th ടേം എന്ന് പറയുന്നത് ഇതാണ്, സെക്കൻഡിൻ്റെ ഇതാണ്. ദെയർ ഡിഫറൻസ്, അതായത് A1 പ്ലസ് 99D മൈനസ് A2 പ്ലസ് 99D ഈക്വൽ ടു 100. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ 100th ടേം ഇസ് 100. അത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ഇവിടെ ബ്രാക്കറ്റിൻ്റെ പുറത്താണ് നെഗറ്റീവ് സൈൻ കിടക്കുന്നത്. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നെഗറ്റീവ് A2 മൈനസ് 99D. ഓക്കെ, നൗ 99D ആൻഡ് 99D ഇസ് ദ സെയിം. അവ രണ്ടുപേരും 0 ആയിട്ട് മാറും, ഈക്വൽ ടു 100. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക A1 മൈനസ് A2 ഈക്വൽ ടു 100. ഇങ്ങനൊരു ഇക്വേഷൻ മാത്രമാണ് നമുക്ക് കിട്ടുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ 1000th ടേം. ഓക്കെ, സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ 1000th ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഫസ്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ 1000th ടേം എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു സെയിം തന്നെ A1. അതിൻ്റെ ഫസ്റ്റ് ടേം A1 ആയിട്ടാണ് എടുത്തത്. A1 പ്ലസ് 1000 minus 1, that is 999D. Second APDO equal to A2 plus 999D. Again, ഇതിൻ്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് A1 plus 999D മൈനസ് A2 plus 999D. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതെങ്ങനെ കിട്ടും? 999D cancel ആയിപ്പോൾ A1 മൈനസ് A2.
സോ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? A1 മൈനസ് A2 എന്ന് തന്നെയാണ് കിട്ടിയത്. സോ ഇതിന് മുന്നേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ 100th ടേം ഇസ് 100. അതിൽ നിന്ന് നമുക്ക് കിട്ടി A1 മൈനസ് A2 ഇസ് 100. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ 100th ടേം. സോ സെയിം തന്നെയാണ് നമുക്ക് ഈ ഒരു കേസിലും കിട്ടിയത്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 1000th ടേം ചെയ്തപ്പോൾ ഫൈനലി കിട്ടിയത് എന്താണ്? A1 മൈനസ് A2. ആൻഡ് വി നോ ദാറ്റ് A1 മൈനസ് A2 ഈക്വൽ ടു 100. Therefore, the difference between the 1000th term is also 100. Okay, കുറച്ച് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 15th ക്വസ്റ്റ്യൻ ആണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് n ആർ ദ nth ടേം ഓഫ് ദി AP 63, 65, 67 ആൻഡ് 3, 10, 17 ആർ ഈക്വൽ. ഇവിടെയും നമുക്ക് രണ്ട് APs തന്നിട്ടുണ്ട്. ആൻഡ് ഫോർ സം വാല്യൂ ഓഫ് n, ഏതോ ഒരു n ക്യാൻ ബി എത്രാമത്തെയോ ടേം ഓഫ് ദി 2 AP വരുമ്പോൾ ഈക്വൽ ആവും. രണ്ടും APയിലുള്ള വാല്യൂ AN എന്തായിട്ട് മാറും? സെയിം ആയിരിക്കും. ആ AN എന്താണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജനറലായിട്ട് ഫസ്റ്റ് APന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് AP നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് A കിട്ടും. A is 63 and common difference is 65 minus 63, that is 2. Now second AP is 3, 10, 17. The first term of the AP is 3 and the common difference is 10 minus 3, that is 7. Okay, ഇനി നമുക്ക് നോർമലി AN ഏതോ AN ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ n ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ AN ഇസ് ഈക്വൽ ടു നമുക്കറിയാം A പ്ലസ് n മൈനസ് 1 ഇൻറ്റു D. സോ ഹിയർ AN ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 63 പ്ലസ് n minus 1 into 2. And here AN is equal to 3 plus n minus 1 into 7. ഇനി നമുക്ക് എന്തറിയാം? For some value the nth term are equal. Okay, nth term equal ആയിട്ടുള്ള കേസാണ് എടുക്കേണ്ടത്. ഏതോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? This is equal to this. അപ്പോൾ ഏതൊരു വാല്യൂ ആണ് ഈക്വൽ ആയിട്ട് കിട്ടണമെന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ളതാണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഈസി ആയിട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ആ nth ടേം ആയിരിക്കും രണ്ട് അരിത്മെറ്റിക് പ്രോഗ്രഷനിലും ഈക്വൽ ആയിട്ട് വരിക. ദാറ്റ് ഇസ് 63 പ്ലസ് 2n മൈനസ് 2 ഇസ് ഈക്വൽ ടു 3 പ്ലസ് 7n മൈനസ് 7. 63 minus 2 is 61 equal to 3 minus 7 is minus 4 plus 7n. n ടേംസിനെ ഒരു സൈഡിലേക്ക് മാറ്റിയെടുക്കാം. ദാറ്റ് ഇസ് 7n minus 2n is 5n equal to 61 plus 4, that is 65. n is equal to 65 by 5, that is equal to 13. So first രണ്ട് APയുടെയും 13th term will be equal. 13th termil രണ്ട് arithmetic progression വരുന്ന നമ്പർ സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ 18th ക്വസ്റ്റ്യൻ ഇതാണ്. The sum of the 4th and 8th term of the AP is 24 and the sum of the 6th and 10th term of the AP is 44. Find the first 3 terms of the AP. ഇവിടെ പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ട് സം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ സെയിം AP തന്നെയാണ്. ഓക്കെ, ഒറ്റ APയുടെ തന്നെ 4th-ഉം 8th ടേമിൻ്റെ സം തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 6th-ഉം 10th ടേമിൻ്റെ സം തന്നിട്ടുണ്ട്. Okay, so first 4th term of the AP, the sum of the 4th and 8th term. 4th term of the AP is A plus 3D and 8th term of the AP is A plus 7D. The sum of the 4th and 8th term, the sum of the 4th term and the 8th term is 24. അതേപോലെ തന്നെ the sum of the 6th term is A plus 5D plus the 10th term A plus 9D equal to 44. Okay, first one നോക്കാം. A plus 3D plus A plus 7D. A plus A is 2A plus 3D plus 7D is 10D equal to
24. Similarly, a plus a is 2a plus 9 plus 5d is 14d equal to 44. ഇനി ഈ രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് എൻ്റെയും അതേപോലെ തന്നെ ഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ അതിനായിട്ട് നമ്മൾ നേരത്തെ ഇതേപോലത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്താൽ മതി. 2a മൈനസ് 2a 0 ആയിട്ട് മാറും. സോ 10d മൈനസ് 14d ഇസ് മൈനസ് 4d ഈക്വൽ ടു 24 മൈനസ് 44 ഇസ് മൈനസ് 20. d is equal to minus 20 by minus 4, that is equal to 5. കോമൺ ഡിഫറൻസ് 5 കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഡിൻ്റെ വാല്യൂ കിട്ടി, നമുക്ക് എ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2a പ്ലസ് 10 ഇൻറ്റു ഡി ഇസ് 5 ഈക്വൽ ടു 24. 2a പ്ലസ് 50 ഈക്വൽ ടു 24. 50 ഈ സൈഡിലേക്ക് പോവും. ദാറ്റ് ഇസ് 2a is equal to minus 26 and a is equal to minus 26 by 2. That is minus 13. So നമുക്ക് ഫസ്റ്റ് ടേം ഓഫ് ദ എ പി കിട്ടി. സെക്കൻഡ് ടേം, ഫസ്റ്റ് 3 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ടേം ഇസ് ഫസ്റ്റ് ടേം പ്ലസ് ദ കോമൺ ഡിഫറൻസ്, ദാറ്റ് ഇസ് minus 8. ആൻഡ് തേർഡ് ടേം ഇസ് minus 8 പ്ലസ് ഡി, ദാറ്റ് ഇസ് minus 3. സോ ഈ വീഡിയോയിലൂടെ നമ്മൾ ഫസ്റ്റ് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത എക്സസൈസ്